ഞങ്ങളിപ്പോൾ ബൊക്കാറോയിലാണുള്ളത്. ജാർഖണ്ഡ് ബൊക്കാറോ സ്റ്റേറ്റ് സിറ്റിയിലാണ്. അപ്പം താമസിക്കുന്നത് ചിരാച്ചാസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത്, വാസ്തുവിഹാർ എന്ന് പറഞ്ഞിട്ടുള്ള റെസിഡൻഷ്യൽ ഏരിയയിലാണ് നമ്മളിപ്പോൾ താമസിക്കുന്നത്. അപ്പം ഇവിടെയുള്ള നമ്മുടെ വീട് കാണാം. 2 ഗേറ്റ് ഉണ്ട്, പക്ഷെ ഒരേ കോമ്പൗണ്ട് തന്നെയാണ്. കണ്ടോ, ഇത് മുകളിലേക്കുള്ള സ്റ്റെയറാണ്. പിന്നെ ഇത് ഓണറിൻ്റെ വീടാണ്. ഇതാണ് നമ്മളുടെ, ഇത് അവരുടെ പൂജാ റൂമാണ്. അപ്പം ഇത്രയും ഏരിയ മുറ്റായിട്ടാണ് ഉള്ളത്. പിന്നെ ഇവിടെ അയൽ കെട്ടിക്കോളാൻ പറഞ്ഞുകൊണ്ട് നമ്മളിവിടെ അയലൊക്കെ കെട്ടിയിട്ടുണ്ട്. അവരുടെ വണ്ടിയാണ്. ഒരു ചെറിയൊരു വാഴ അവർ വെച്ചിട്ടുണ്ട്. 2 ഗേറ്റ് ഉണ്ടെങ്കിലും കൂടി ഇത് തുറക്കാറില്ല. അത് തുറന്നിട്ടാണ് നമ്മൾ ആ ഗേറ്റിലൂടെയാണ് ഇങ്ങോട്ടേക്ക് വരാറ്. ഇതാണ് എൻട്രൻസ്. അപ്പം ആദ്യം തന്നെ ഈ ഒരു ഡോറുണ്ട്. ഈ ഡോറ് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഡോറ് വരുന്നത്. നേരെ നമ്മൾ ഹാളിലേക്കാണ് വരുന്നത്. അപ്പം ഇവിടെ ഒരു കട്ടിലുണ്ട്. ഇത് റൂമിലെ കട്ടിലിരുന്ന് നമ്മൾ ഇവിടേക്ക് ഹാളിലേക്ക് ഇട്ടതാണ് കേട്ടോ. ഈ ഹാളിൽ നിന്ന് 2 ബെഡ്റൂമാണ്. അപ്പം ഈ റൂമിലായിരുന്നു കട്ടിലുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾക്കതിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് താഴെ ഇട്ടതാണ്. പിന്നെ ഡ്രസ്സൊക്കെ വയ്ക്കാനുള്ള ഭാഗം ഇവിടെ വെച്ചിട്ടുണ്ട്. കുറച്ചൊരു പഴയ വീടാണ്, പക്ഷേ ഫ്ലോറൊക്കെ മാർബിളാണ്. അതിനുശേഷം പിന്നെ ഇതൊരു ബെഡ്റൂമാണ്. ഇവിടെ ഒരു കട്ടിലുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഡ്രസ്സൊക്കെ വയ്ക്കാനുള്ള ഏരിയയാണ്. ചെറിയൊരു വീട് തന്നെയാണ്. പിന്നെ നേരെ ഇവിടുന്ന് കിച്ചണാണ്. കിച്ചണാകെ ഒരാൾക്ക് നിൽക്കാനുള്ള ഏരിയ മാത്രമേ ഉള്ളൂ കേട്ടോ. നേരെ സിങ്കാണ് കാണുന്നത്. പിന്നെ അതിൻ്റെ അടുത്താണ് ഞാൻ ഗ്യാസ് സ്റ്റവൊക്കെ വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ മേലെയാണ് സാധനങ്ങളൊക്കെ വയ്ക്കാനുള്ള ഏരിയ ഉള്ളത്. പിന്നെ വാട്ടർ ക്യാൻ ഈ സൈഡിലാണ്, കിച്ചണിലേക്ക് കയറുന്ന ഭാഗത്ത് തന്നെയാണ് വാട്ടർ ക്യാൻ വെച്ചിട്ടുള്ളത്. പിന്നെ സിലിണ്ടർ കുറച്ച് വലുതായതുകൊണ്ട് ഉള്ളിലേക്ക് കടത്തി വയ്ക്കാൻ പറ്റുന്നില്ല. പിന്നെ ഇവിടെ ഒരു വാഷ് ബേസിനുണ്ട്. ഇവിടെയാണ് ടോയ്ലറ്റ് വരുന്നത്. ഹാളിലാണ്, കോമൺ ബാത്റൂമാണ്. തൽക്കാലം ഈ ഒരു കട്ടിൽ നമ്മൾ ഇവിടെ ഹാളിലിട്ടിട്ടാണ് ഇവിടെ ഇരിക്കും. പിന്നെ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ വീട്. പുറത്ത് നല്ല വെയിലാണ്. നോക്കട്ടെ പറ്റുമോ, പുറമേ നിന്ന് എടുക്കാൻ കഴിയുമോ നോക്കട്ടെ. 2 സൈഡും വീടുകളാണ്. പുറമേ നിന്നുള്ള ശല്യങ്ങളൊന്നും ഉണ്ടായില്ല. ഇവിടെ ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട് ഞങ്ങളുടെ നേരെ ഓപ്പോസിറ്റ്. ഈ റോഡിലെ എൻഡിലുള്ള വീടാണ് നമ്മളുടെ. ഇത് മേലെയും 2 എണ്ണം ഉണ്ട്, താഴത്തതുപോലെ തന്നെ. അത് താഴെ ഓണറാണ്. പിന്നെ ഇതാണ് ഓണറിൻ്റെ അങ്ങോട്ടേക്കുള്ള ഗേറ്റ്. ഇതാണ് നമ്മളുടെ അങ്ങോട്ടേക്കുള്ള ഗേറ്റ്. ഇപ്പം അത് തുറക്കുന്നില്ല. ഇതിലൂടെയാണ് നമ്മൾ പോവാറ്. എന്താ വെച്ചാൽ ഇപ്പോൾ താഴെ നമ്മൾ 2 പേരും മാത്രമായതുകൊണ്ട്. അപ്പോൾ മുകളിലേക്കും കൂടി ആൾക്കാർ വരികയാണെങ്കിൽ ഒരു ഗേറ്റ് സെപ്പറേറ്റ് ആക്കിയിട്ട് ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇതെന്താണ്, നല്ലൊരു ചെടി നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. എന്തെങ്കിലും പറയുക പേര്, നമ്പ്യാർവട്ടല്ലേ, നമ്പ്യാർവട്ടം. പിന്നെ ഈ ചെടികളിലൊക്കെ വന്നിട്ട് അവർ രാവിലെ പൂജ ചെയ്യാറുണ്ട്. ഇവിടെ ഒരു ശിവലിംഗം ഉണ്ട്, കണ്ടോ, തുളസി പൂജയൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ ഇവിടെ 2 അവരൊരു അയൽമാരി കെട്ടിയിട്ടുണ്ട് അവിടെ ഡ്രസ്സൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. അതേപോലെ പുറത്ത് ഇവിടെയും ഒരു അയൽ പോലെ 2 മുള കെട്ടിയിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. പിന്നെ മുകളിലേക്കൊക്കെ കയറാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഇവിടെ അയൽ കെട്ടിയിട്ടിട്ടുണ്ട്. മുകളിൽ ചെടികളൊക്കെ ഉണ്ട്. ഇതാണ് നമ്മളുടെ ബിൽഡിങ്. ഓണറിൻ്റെ പേര് ദ്രൗപദി ദേവി RPC വാസ്തുവിഹാർ പ്രൊജക്റ്റ് 4. അയ്യോ, ഒരു പശു വരുന്നുണ്ട്. നല്ല അകത്തേക്ക് പോട്ടെ.
നല്ല വെയിലാണ് പുറത്ത്. അപ്പം പുറത്തേക്ക് പോകാനൊക്കെ പാടായതുകൊണ്ട്, അതായത് ഈ വെയിലത്തെ ഡ്രസ്സ് എടുക്കാനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് അവർ ഇവിടെ ഒരു അയൽ കെട്ടിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഇവിടെ ഒരു അയൽ കെട്ടിയതാണ്. അപ്പോൾ വീട് കണ്ടല്ലോ. ഇവിടെ നല്ല ചൂടാണ്. 40 ഡിഗ്രി 37-40 ഡിഗ്രി ഒക്കെയാണ് ഉണ്ടാവാറ്. അതുപോലെ തന്നെ ചൂട് കാറ്റും അടിക്കാറുണ്ട്. നമ്മൾ ഫസ്റ്റ് വീട്ടിൽ നിന്ന് നമ്മൾ ഒരു ദിവസം ബുധനാഴ്ചയായിരുന്നു ഇറങ്ങിയത്. ബുധനാഴ്ച പുലർച്ചെ 3-3:45 സമയത്താണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. നമ്മളിവിടെ ബൊക്കാറോ സ്റ്റീൽ സിറ്റിയിൽ ട്രെയിൻ ഇറങ്ങുന്നത് ഫ്രൈഡേ ഉച്ചയ്ക്ക് 12 മണിക്കാണ്. അപ്പം യാത്രയ്ക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ റോഡ്കേലിൽ ഇറങ്ങിയിട്ടാണ് നമ്മൾ ബൊക്കാറോയിലേക്കുള്ള ട്രെയിൻ പിടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കുറച്ച് വെയിറ്റിംഗ് ഉണ്ടായിരുന്നു ആ ഒരു ട്രെയിൻ കിട്ടാൻ വേണ്ടിയിട്ട്. അല്ലാതെ വേറെ ബുദ്ധിമുട്ടൊന്നും യാത്രയിലൊന്നും ഉണ്ടായില്ല. അങ്ങനെ ഇവിടെ എത്തിയപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്താൽ മതി, എന്തെങ്കിലും ഒരു ഫുഡ് കഴിക്കണം എന്നൊക്കെയായിരുന്നു. എന്ന് വെച്ചാൽ ട്രെയിനിൽ നല്ല ഫുഡൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇവിടെ ഓൾറെഡി ഒരു ഫ്ലാറ്റ് അപ്പോഴേക്കും താമസിച്ച ഫ്ലാറ്റ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വേറൊരു ഫ്ലാറ്റ് എടുത്ത് വെച്ചതുകൊണ്ടായിരുന്നു. അപ്പം നേരെ ഇവരുടെ ഫ്ലാറ്റിലേക്ക് നമ്മൾ പോയി. അവിടെ നിന്ന് മോനുള്ള ഫുഡ് ഉണ്ടാക്കി കൊടുത്ത് നമ്മൾ ഫ്രഷായി. ഹോർലിക്സ് എന്തോ വാങ്ങി അത് കുടിച്ചു. ബണ്ണെന്തോ വാങ്ങി. എന്താ വെച്ചാൽ പെട്ടെന്ന് ഒന്നും ഉണ്ടാക്കാനുള്ള സാധനങ്ങളോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യം വരുമ്പം ഗ്യാസ് സ്റ്റവ് ഒക്കെ ഫസ്റ്റ് ടൈം അപ്പോഴേക്കും വരുമ്പം കാറിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കുറച്ച് പാത്രങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് മോൻ്റെ കാര്യങ്ങൾ അങ്ങനെ ചെയ്തു. പിന്നെ നമ്മൾ ഫ്രഷപ്പായി ഒന്ന് കിടക്കാൻ വിചാരിച്ചു. പക്ഷെ കിടക്കാനുള്ള നേരം ഉണ്ടായിരുന്നില്ല. അപ്പം ആദ്യം എടുത്ത് വെച്ച് അവിടെ പോയിട്ട് ലഗേജൊക്കെ അവിടെ ഇറക്കി വെക്കുക, സാധനങ്ങളൊക്കെ അവിടെ ഓക്യുപ്പൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പോയി. അപ്പോൾ ഇവരുടെ ഫ്ലാറ്റ് 5th ഫ്ലോറിലാണ്. പക്ഷെ അവിടെ ലിഫ്റ്റ് ഉണ്ടായിരുന്നു. നമുക്ക് കണ്ടുവച്ച ഫ്ലാറ്റ് 3rd ഫ്ലോറിലായിരുന്നു. അവിടെ ലിഫ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. റോഡ് സൈഡാണ്. പക്ഷേ അതിൻ്റെ മുകളിലേക്ക് കയറുന്നത് ഉള്ളിലൂടെ പോയിട്ട് സ്റ്റെയർ കയറി മുകളിലേക്ക് പോകണം. അപ്പം ഞങ്ങൾ ആദ്യം അവിടെ പോയി നോക്കിയപ്പം അത്ര ഒരു കംഫർട്ടായിട്ട് തോന്നിയില്ല. അപ്പം എങ്ങനെയെങ്കിലും വേറൊരു, അതായത് ഗ്രൗണ്ട് ഫ്ലോറിലുള്ളൊരു വീട് കിട്ടണം അങ്ങനെ വിചാരിച്ചിട്ട് പിന്നെ എവിടേക്കൊന്ന് സെർച്ച് ചെയ്യാൻ തുടങ്ങി. കുറേ സ്ഥലങ്ങളിൽ പോയി. കുറേ ഫ്ലാറ്റുകളൊക്കെ നല്ല നല്ല ഫ്ലാറ്റുകളൊക്കെ ഉണ്ട്. പിന്നെ അതൊക്കെ കുറച്ച് വലിയ അഡ്വാൻസൊക്കെ ചോദിച്ചുകൊണ്ട് പെട്ടെന്ന് നമുക്കത് അഡ്വാൻസ് ഒന്നും കൊടുക്കാനുള്ള പറ്റുന്നുണ്ടായിരുന്നില്ല. അന്ന് തന്നെ നമുക്ക് എവിടെയെങ്കിലും കയറണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇവരുടെ ഫ്ലാറ്റിലെ സെക്യൂരിറ്റി പറഞ്ഞു, ഇവിടെ ഒരു വാസ്തുവിഹാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ഉണ്ട്, റെസിഡൻഷ്യൽ ഏരിയ ആണ്, അവിടെ പോയി നോക്കുന്നുണ്ട്. അങ്ങനെ അവിടെ നമ്മളിവിടെ വന്ന് അന്വേഷിച്ചപ്പം പെട്ടെന്ന് തന്നെ ഇവിടെ അടുത്തൊരു ചെറിയൊരു ഷോപ്പുണ്ട്. ആ ഷോപ്പിലെ ആളാണ് ഇവിടെ കാണിച്ചു തന്നത്. അപ്പോൾ ഇവിടേക്ക് വന്ന് അപ്പം ഇതിൻ്റെ ഓണറായിട്ട് സംസാരിച്ചു. അവർ പെട്ടെന്ന് ഓക്കെ എന്ന് പറഞ്ഞ് ഞങ്ങളിവിടെ ലഗേജൊക്കെ ആയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോയി. ലഗേജൊക്കെ ആയിട്ട് വന്നു. അന്ന് ഈവനിങ് ആ സമയത്താണ്. അങ്ങനെ പെട്ടെന്ന് കിട്ടിയ വീടാണ് ഇത്. ഞങ്ങൾ ഇവിടെ ബൊക്കാറോയിൽ വന്ന ദിവസം തന്നെ. അപ്പം അതുകൊണ്ട് അന്നൊന്നും ഒരു റെസ്റ്റും കിട്ടിയില്ല. പിന്നെ നൈറ്റ് പിന്നെ ഞങ്ങൾ പുറത്ത് പോയിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വെച്ചാൽ പുറത്ത് പോയി കഴിച്ചു. അതുവരെ കഴിച്ചത് മിനറൽ വാട്ടറൊക്കെയാണ്. ഇവിടെയും എല്ലാ സ്ഥലങ്ങളിലും പോലെ തന്നെ ബോട്ടിൽ വാട്ടർ, കുടിക്കാനുള്ള വെള്ളം നമ്മൾ ഇവിടേക്ക് കൊണ്ടുവരും. ബോട്ടിൽ ക്യാനിൽ വാങ്ങുകയാണ് ചെയ്യുക. അപ്പം പിന്നെ നെക്സ്റ്റ് ഡേ സാറ്റർഡേ അപ്പോഴത്തേന് കമ്പനിയിൽ പോകണമായിരുന്നു. അപ്പം സാറ്റർഡേ പോയി. അന്ന് നമ്മൾ ഭക്ഷണം അന്ന് എന്തോ ഒരു ഭക്ഷണം പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ടുവരേണ്ടത്. എന്തോ ഒരു എന്താ പറയുക, ഒരു ഉണ്ട പോലത്തെ, അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. അതെനിക്ക് എങ്ങനെയാണ് കഴിക്കാമെന്ന് പോലും അറിയില്ല. എന്തോ ഒരു കറിയും ഉണ്ടായിരുന്നു. എന്തോ ഒരു നമ്മളെ നാട്ടിൽ പൊരിച്ച പത്തിരി ഉണ്ടാവുമല്ലോ, കാണാൻ പുറമെ കാണാൻ അതുപോലെ ഉണ്ടാവും, പക്ഷെ അതൊരു റൗണ്ട് ഷേപ്പിലായിരുന്നു. അങ്ങനെ മോനുള്ള ഇത് ഞാനിവിടെ നിന്ന് ഉണ്ടാക്കി കൊടുത്തു. എനിക്ക് കഴിക്കാൻ ഞാനതും ഇടയ്ക്കിടയ്ക്ക് വൈകുന്നേരം വരെ അത് കഴിച്ച് ഇരുന്നു. അങ്ങനെ രാത്രിയാവും അപ്പോഴേക്കും വരാൻ. അങ്ങനെ രാത്രി ആയതിനു ശേഷം ഞങ്ങൾ പുറത്ത് പോയി. ആദ്യം പോയത് ഇവിടെ ഒരു വെജിറ്റബിൾ മാർക്കറ്റ് ഉണ്ട്. അത് ബുധനാഴ്ചയും ശനിയാഴ്ചയാണ് ചന്ത ഉണ്ടാവുക.
അപ്പം ഞങ്ങൾ നേരെ അന്ന് സാറ്റർഡേ ആയതുകൊണ്ട് നേരെ അങ്ങോട്ടേക്ക് പോയി. അവിടുന്ന് കുറച്ച് വെജിറ്റബിൾസൊക്കെ വാങ്ങിച്ചിട്ട് ഇവിടെ ബൊക്കാറോ മാളുണ്ട്, അവിടെ പോയി. അവിടെ ഗ്രൗണ്ട് ഫ്ലോറിൽ റിലയൻസ് സ്മാർട്ട് ബസാറുണ്ട്. അപ്പോൾ നേരെ അവിടെ പോയിട്ട് ബാക്കി ഗ്രോസറി ഐറ്റംസൊക്കെ നമ്മൾ അവിടുന്ന് വാങ്ങിച്ചു. അങ്ങനെ നേരെ ഇവിടെ വന്നു. അപ്പോൾ നെക്സ്റ്റ് ഡേ മുതൽ എന്തെങ്കിലും കഴിക്കാം, ഇവിടുന്ന് കുക്കിങ്ങൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. നെക്സ്റ്റ് സൺഡേ ആണല്ലോ. ശേഷം സൺഡേ ഞാൻ ഇവിടുന്ന് ഫുഡ് ഉണ്ടാക്കി. ആദ്യം ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചപ്പാത്തി മാവൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പ്രാവ് ഇറങ്ങി നീച്ച് വന്നിട്ടുണ്ട്. പക്ഷേ ചപ്പാത്തി പരത്താനുള്ള റോളിംഗ് പിൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അവിടുന്ന് ഒരു ദോശ മാവ് ഉണ്ടാക്കാനുള്ള പൗഡർ ഉണ്ടായിരുന്നു, അപ്പോൾ അത് വാങ്ങിച്ചിട്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കലക്കൊക്കെ വെച്ച് ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ അത് അത്ര നന്നായില്ല. അങ്ങനെ അന്നും മോർണിംഗ് അഡ്ജസ്റ്റ് ചെയ്ത് ഉച്ചയാകുമ്പോഴേക്കും ഞാനൊരു ഗീ റൈസൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഗീ റൈസൊക്കെ ഉണ്ടാക്കി. വാട്ടർ ഇവിടെ വന്നില്ലായിരുന്നു. ഇവിടെ ഓണർ തന്നെ നമുക്ക് ക്യാനും അതിൻ്റെ ടാപ്പൊക്കെ ഉള്ള ഇത് തന്നു. അതിൽ ഇവിടെ വെള്ളം വന്നു, വെള്ളം വാങ്ങിച്ചു വെച്ചു. പക്ഷെ ആ വെള്ളമൊക്കെ ഞാൻ തിളപ്പിച്ചു ഒക്കെ കഴിഞ്ഞ് ചോറൊക്കെ ഉണ്ടാക്കിയൊക്കെ കഴിഞ്ഞ് ചോറൊക്കെ ഉച്ചയ്ക്ക് കഴിച്ചു. പക്ഷെ ആ വെള്ളത്തിന് എനിക്ക് എന്തോ ഒരു സ്മെല്ല് തോന്നി. ഇതൊരു ദുർഗന്ധമല്ല, പക്ഷെ ഒരു വേറൊരു സ്മെല്ലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഈ വെള്ളം അത്ര പോരാന്ന് പറഞ്ഞു. പക്ഷെ അത് നിവർത്തിയില്ല, അത് കുടിച്ചു. അത്രയും ദിവസം മിനറൽ വാട്ടർ നമ്മൾ ബോട്ടിൽ വാങ്ങിച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാണല്ലോ സാധാരണ നമ്മൾ കുക്കിങ്ങിനൊക്കെ എടുക്കുക. അപ്പോൾ ഡെയിലി നമുക്ക് ഇങ്ങനെ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങി. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഉച്ച വരെ അന്ന് വർക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് ഇനി നന്നായിട്ടൊന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു. അത്രയും ദിവസം ഉറക്കമൊന്നും ശരിയാവാത്തതുകൊണ്ട് ഒന്ന് കിടന്ന് ഉറങ്ങി. ഈവനിങ് ആകുമ്പോഴേക്കും എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി. അപ്പോൾ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. തല കറങ്ങുകയാണോ, വയറിന് കംപ്ലൈൻ്റ് ആണോ, എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല. ആകെ കൂടെ വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടറെ അടുത്ത് പോവാം, പുറത്ത് പോകാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അപ്പോഴേക്കും വോമിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഉച്ചയ്ക്ക് കഴിച്ച് എല്ലാ ഫുഡും ദഹിച്ചിട്ടില്ല, അങ്ങനെ പോയി. അപ്പോൾ തലേ ദിവസം ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചിരുന്നു, അതൊക്കെ കഴിച്ചു നോക്കി. അതൊക്കെ കഴിച്ചിട്ട് അതൊക്കെ അതേപടി പോകാനുണ്ടായത്. അങ്ങനെ എന്തായാലും നമുക്ക് പോവാം, പുറത്ത് പോയിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങുകയെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഇപ്പോൾ വോമിറ്റ് ചെയ്ത് പോയതുകൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നുന്നില്ല, എന്തെങ്കിലും സോഡ നാരങ്ങ എന്തെങ്കിലും കഴിച്ചാൽ മതി. അങ്ങനെ പുറത്ത് പോയിട്ട് സോഡ വാങ്ങിച്ച്, നാരങ്ങ വാങ്ങിച്ച് ഇവിടെ വന്ന് അതൊക്കെ കുടിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും വോമിറ്റ് ചെയ്യാൻ തുടങ്ങി. വല്ലാത്തൊരു സിറ്റുവേഷനായിരുന്നു. പക്ഷേ വോമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചൊരു ഭേദമായി. അതേപോലെ തന്നെ മോന് വയറിന് സുഖമില്ലാതായി. പിന്നെ ജലദോഷം സ്റ്റാർട്ട് ചെയ്ത്, അപ്പേട്ടന് ജലദോഷമൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അലർജി തുമ്മലൊക്കെ വന്ന് വല്ലാത്തൊരു ദിവസങ്ങളാണ് പിന്നെ ഉണ്ടായത്. അങ്ങനെ അത് കഴിഞ്ഞ് മോന് ഇപ്പോഴും മാറിയിട്ടില്ല. അപ്പോൾ മോന് വേണ്ടുന്ന നാസൽ ഡ്രോപ്സും നെബുലൈസർ ഉണ്ടായിരുന്നു. അത് ഡോക്ടർ ആദ്യം വാങ്ങിച്ചോളാൻ പറഞ്ഞുകൊണ്ട് നമ്മൾ അതിൽ ആദ്യം ഉണ്ട്. അപ്പോൾ അത് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മെഡിസിനും ഉണ്ടായിരുന്നു. മെഡിസിൻ ഒറ്റൊന്നേ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പോയപ്പോൾ അതിൻ്റെ മെഡിസിൻ കിട്ടിയില്ല. എനിക്ക് വാങ്ങാൻ പോയപ്പോൾ അവിടെ കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾ നെക്സ്റ്റ് ഡേ വാങ്ങിക്കാമെന്ന് വെച്ചാൽ അന്നത്തെ നമ്മളെ കയ്യിലുള്ള മെഡിസിനോട് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ നെക്സ്റ്റ് ഡേ പോയിട്ട് അപ്പോളോ ഉണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ എവിടെ പോവുകയാണെങ്കിലും അപ്പോളോയിലാണ് ആദ്യം പോവുക മെഡിസിൻസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ അന്വേഷിച്ചപ്പോഴും മോൻ്റെ മെഡിസിൻ കിട്ടിയില്ല. അപ്പോൾ അവർ വേറൊരു ഏരിയ പറഞ്ഞു തന്നു. അങ്ങനെ ഞങ്ങൾ ആ ഏരിയയിൽ പോയി. അവിടെ കുറച്ച് ഡോക്ടേഴ്സും ഈ മെഡിക്കൽ ഷോപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് നമുക്ക് മോൻ്റെ ആ ലിക്വിഡ് കിട്ടി, മരുന്ന് നെബുലൈസ് ചെയ്യാനുള്ള. അപ്പോൾ അവിടെ നിന്ന് അതും വാങ്ങിച്ചു. അവന് പാരസിറ്റമോൾ കാൽപോളിൻ്റെ സിറപ്പ് വാങ്ങിച്ചു. കേട്ട് നമ്മൾ വന്ന് പിന്നെ മോന് നാസൽ ഡ്രോപ്സ് ഓൾറെഡി കൊണ്ടുവന്നത് അതും യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് നെബുലൈസ് ചെയ്യുന്നതുകൊണ്ട് പിന്നെ അവന് വലിയ ബുദ്ധിമുട്ടില്ല. മരുന്ന് കുടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര കരച്ചിലും ബഹളമൊക്കെയാണ്. അങ്ങനെ ഇത്രയും ദിവസം ഞങ്ങൾ ഈ ഒരു എന്താ പറയുക ഇവിടെ അഡ്ജസ്റ്റ് ആയിട്ടില്ല. കാരണം അത്രയും ചൂടാണ് ഇവിടുത്തെ. അതുപോലെ തന്നെ കൊതുക് ശല്യം വളരെ കൂടുതലാണ്. കറണ്ട് ഇവിടെ എന്താ പറയുക, ഓരോ മണിക്കൂർ കൂടുമ്പോഴോ അല്ലെങ്കിൽ അരമണിക്കൂർ കൂടുമ്പോഴോ കറണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരുടെ വീട്ടിലും ഇൻവേർട്ടറൊക്കെ ഉണ്ട്. ഇവിടെ ഇൻവേർട്ടറൊന്നും വെച്ചിട്ടില്ല, ഓണറുടെ വീട്ടിലുണ്ട്.
അങ്ങനെ കൊതുകിൻ്റെ ശല്യം, കറണ്ട് പോയാൽ രാത്രി ഉറങ്ങാൻ കഴിയില്ല. ഞങ്ങളിവിടെ എത്തി 2 ദിവസമൊക്കെ നൈറ്റിൽ നല്ല തണുപ്പുണ്ടായിരുന്നു. പക്ഷേ പിന്നെ നെക്സ്റ്റ് ഡേ മുതൽ ഇത് ക്ലൈമറ്റ് ചേഞ്ചായി, ഭയങ്കര ചൂടായി. അപ്പം രാത്രി ഇതുപോലെ കറണ്ട് പോയിട്ട് ഒരു ദിവസം കറണ്ട് രാത്രി പോയിട്ട് പിറ്റേന്ന് 8:45 രാവിലെ 8:45 അതുവരെ ഉറങ്ങാനൊന്നും പറ്റിയിട്ടില്ല. കൊതുകിൻ്റെ ശല്യം. ഇവിടെ രാവിലെ 5 മണിയാകുമ്പോഴേക്കും ഇവിടെ നല്ല നേരം വെളുക്കും, നല്ല പകൽ പോലെ ഉണ്ടാവും 5 മണിക്ക്. ആ സമയത്ത് ഞാനിരുന്ന് മോനിങ്ങനെ വീശി കൊടുക്കാം. കാരണം ചൂട് കൊണ്ടല്ല, ചൂടുണ്ട്, പക്ഷേ ജനവാതിൽ തുറന്നിട്ടാൽ കുറച്ചെങ്കിലും കാറ്റൊക്കെ വരും. കൊതുക് വിട്ട് മാറുന്നില്ല. അങ്ങനെ ഇങ്ങനെ വീശി കൊടുക്കാം. നമുക്ക് ലിക്വിഡ് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ കറണ്ട് ഇല്ലെങ്കിൽ. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ കൊതുക് തിരി വാങ്ങിച്ചിട്ടുണ്ട്, ലിക്വിഡ് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഒന്നിനും ഒരു പരിഹാരമില്ല. പിന്നെ ഞങ്ങൾ പുറത്ത് പോയിട്ട് ഓഡോമോസ് വാങ്ങിച്ചപ്പം ഞങ്ങൾ 3 പേരും അത് തേച്ചിട്ടാണ് ഇപ്പോൾ കിടക്കുക. കാരണം അപ്പോൾ അത് തേക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടില്ല, ബേബിക്കും കൂടി പറ്റുന്നതാണ് വാങ്ങിച്ചത്. അതുകൊണ്ട് കൊതുകിൻ്റെ ഒരു ശല്യം അതൊന്നും ഒഴിവായി കിട്ടി. പക്ഷേ ഈ കറണ്ട് എത്ര നോക്കിയാലും, ഇപ്പോൾ പകലാവട്ടെ രാത്രിയാവട്ടെ ഏത് ടൈം എന്നൊന്നുമില്ല, എന്ത് അടിസ്ഥാനത്തിലാണ് കറണ്ട് പോകുന്നതെന്നും അറിയില്ല. ഞങ്ങൾ അന്ന് രാത്രി പോയിട്ട് ഒരു അരമണിക്കൂർ കട്ടുമെന്ന് ഇവിടെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ അരമണിക്കൂറായി, 1 മണിക്കൂറായി, ഇപ്പോൾ വരും അങ്ങനെ നേരം വെളുക്കുന്ന വരെ അങ്ങനെ ഇരിക്കാനുണ്ടായത്. പിന്നെ ഒരു ദിവസം ഇതുപോലെ ഒരു സ്വീറ്റ്സ് കഴിക്കാനൊക്കെ തോന്നി. ഇവിടെ നല്ല നല്ല സ്വീറ്റ്സ്, എനിക്ക് മിൽക്ക് പ്രൊഡക്ട്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇവിടെ നല്ലൊരു ബേക്കറി കണ്ടിട്ടുണ്ട്, പക്ഷെ പോയിട്ടില്ല. അപ്പോൾ വരുന്ന വഴി ഒരു ബേക്കറി കണ്ട് അവിടെ കുറേ മിൽക്ക് പ്രൊഡക്ട്സ് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വാങ്ങണം എന്ന് പറഞ്ഞു. അവിടെ പോയിട്ട് വാങ്ങുമ്പോൾ എനിക്ക് അവിടെ ആരുമില്ല. കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടാണ് ആൾ വന്ന് സാധനം എടുത്ത് തന്നത്. അങ്ങനെ അവർ സാധനം എടുത്ത് തരുമ്പോൾ എനിക്ക് എന്തോ ഒരു പഴക്കമുണ്ടോ എന്നൊരു ഡൗട്ട് എനിക്ക് തന്നെ തോന്നി. പക്ഷേ ഞാനത് വാങ്ങി. എന്താണെന്നറിയില്ല, എനിക്ക് വാങ്ങാൻ തോന്നി, കഴിക്കാനും തോന്നി. ഞാൻ ആകെ 5 പീസേ വാങ്ങിച്ചിട്ടുള്ളൂ. 3 തരത്തിലുള്ള സ്വീറ്റ്സ് ആയിരുന്നു. അപ്പം ആദ്യമായിട്ട് കഴിക്കല്ലേ എന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചതാണ്. നമ്മളെ രസഗുളേൻ്റെയും പിന്നെ ഗുലാബ് ജാമുൻ്റെയൊക്കെ ഒരു ടൈപ്പാണ്. അത് വാങ്ങി ഞാൻ കാറിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട്. വീട്ടിലെത്തിയതിന് ശേഷം അന്ന് ഞാൻ ഇത് മുഴുവൻ കഴിച്ചിരുന്നു. രാത്രി വേറെ ഫുഡൊന്നും കഴിച്ചില്ല. ഏട്ടനും അപ്പേട്ടനും മോനും ഇത് വേണ്ട, അവർക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് അവർ കഴിച്ചില്ല. ഞാൻ കഴിച്ചു. പിറ്റേന്ന് രാവിലെ ആകുമ്പോഴേക്കും വയറിന് സുഖമില്ലാതായി. വല്ലാതെ എനിക്ക് ആദ്യം ജാർഖണ്ഡ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ, അതായത് നോർത്ത് സൈഡിലേക്ക് ഇതുവരെ വന്നിട്ടില്ല, സൗത്ത് ഏരിയയിൽ മാത്രമേ ഇതുവരെ പോയിട്ടുള്ളൂ. ഇത്രയും ലോങ്ങിൽ ഡിസ്റ്റൻസിൽ യാത്ര ചെയ്തിട്ടില്ല. അപ്പം വല്ലാത്തൊരു ടെൻഷനും പേടിയും ഉണ്ടായിരുന്നു. ഇങ്ങനെ കുറേ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ടൊക്കെയാണ് ഇങ്ങോട്ട് വരാൻ തീരുമാനിച്ചപ്പോഴും 2 ആഴ്ചയോളം ട്രെയിനിൻ്റെ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടായില്ല. കുറേ അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്ത് അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിട്ടാണ് ഇവിടെ എത്തിയത്. ഇവിടെ എത്തിയപ്പം അതിനേക്കാളും വലിയ ബുദ്ധിമുട്ടായിപ്പോയി. ഇനിയിപ്പം എങ്ങനെയാണ് മുന്നോട്ട് എങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കാം. അപ്പം ഇത്രയും ദിവസമുള്ള ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ബൈ.